കിട്ടിയ അത്ര ഒരു ജനസമ്മതി ഒരു നേതാവിനും കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. അത്തരത്തിലുള്ള ഒരു നേതാവാണ് VS. ഇനിയും ഞങ്ങളുടെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനിയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ സങ്കടം തീർക്കാനുള്ള മരുന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഞങ്ങൾ ആ നെഞ്ചിലേറ്റിയ സഖാവ് VS ആയിരുന്നു ആ മുൻപന്തിൽ നിന്നുള്ളതാണ്. അന്ന് ജീവിച്ചിരുന്ന സഖാവ് VS മാത്രമായിരുന്നു. ഒരിക്കലുമില്ല. പ്രതിപക്ഷ നേതാക്കൾ ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ VS-നെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ്. ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന വ്യക്തിയും വസ്തുതാപരമായ കമ്മ്യൂണിസത്തിൻ്റെ ആദർശങ്ങളെ ഒരിക്കലും തെറ്റിക്കാത്ത സൂക്ഷ്മതയുള്ള കമ്മ്യൂണിസ്റ്റുമായിരുന്നു സഖാവ് VS. അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയെ സ്വീകരിക്കാൻ നാട്ടിൽ തടിച്ചുകൂടിയ ജനസാഗരമാണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹത്തോടുള്ള വൈകാരിക ബന്ധം എത്രത്തോളമാണെന്ന് നമുക്ക് ഈ നാട്ടുകാരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. സഖാവ് VS അച്യുതാനന്ദൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ എന്ത് വിടവാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? പകരം വെക്കാനത്തെ നേതാവാണ്. ആ പകരം വെക്കാനത്തെ നേതാവിന് ഇനി ഒരാളും വരാൻ പോകുന്നില്ല. ഈ VS എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കല്യാണം നടത്തി കൊടുത്ത വ്യക്തിയാണ്. അവർ 3 പേരും ഒരു ജില്ലാ കമ്മിറ്റി പ്രവർത്തിച്ചതാണ്. അന്ന് മുതലുള്ള ബന്ധമാണ് VS-ഉമായിട്ടുള്ളത്. അതുകൊണ്ട് അതുകൊണ്ടല്ല രാഷ്ട്രീയത്തിൽ VS-ന് പകരം ഇനി ഒരാൾ വരത്തില്ല. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ VS അച്യുതാനന്ദൻ്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് പറയാം? VS-ൻ്റെ ഭരണകാലത്താണ് IT മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് ഉണ്ടായിട്ട്. കാഴക്കൂടത്തായാലും എറണാകുളത്തായാലും വടകരയിലായാലും അങ്ങനെ IT മേഖലയെ പ്രോത്സാഹിപ്പിച്ചത് VS ആണ്. ഈ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പ്രസക്തി ഇന്നും പ്രസക്തമാണ്? തീർച്ചയായിട്ടും പ്രസക്തമാണ്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ച് വലിയായിട്ട് ഓർമ്മയില്ല. എൻ്റെ അച്ഛൻ ഉൾപ്പെടെ ആ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. പക്ഷേ എനിക്ക് അത്രയും പറയാനുള്ള ഓർമ്മയില്ല. നാട്ടുകാർക്ക് ആരായിരുന്നു VS അച്യുതാനന്ദൻ? നാട്ടുകാർക്ക് ഒരു പിതാവായിരുന്നു. എല്ലാവരും കേരളത്തിൻ്റെ ഒരു പിതാവായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ടാണ് VS-നെ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ജനസാഗരം ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജനസമിതി അത് എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചു പോകുന്നൊരു ഇതാണല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സമ്മതി എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ഇദ്ദേഹത്തെ ഈ VS-ന് കിട്ടിയ അത്ര ഒരു ജനസമ്മതി ഒരു നേതാവിനും കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. അത്തരത്തിലുള്ള ഒരു നേതാവാണ് VS. ഒരുപാട് യുവ രാഷ്ട്രീയക്കാർക്ക് ഒരു റോൾ മോഡലാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണം കണ്ടിട്ടാണ് ഒരുപാട് യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ആ VS-ൻ്റെ ഇടപെടൽ എന്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നിടം അതിൻ്റെ പുറകെ പോവുക. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് മൂന്നാറിലെ കയ്യേറ്റങ്ങളൊക്കെ. എന്ത് കണ്ട് അത് തെറ്റാണെങ്കിൽ അത് നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ട് അത് തെറ്റാണെങ്കിൽ തെറ്റ് പുള്ളിക്ക് ബോധ്യപ്പെട്ടത് മാത്രമേ പുള്ളി ശരിയായിട്ട് കണക്കൂട്ടത്തുള്ളൂ. ആ കണക്കൂട്ടിൽ നിന്നാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നത്. ഒരു വിപ്ലവ സമര നായകൻ എന്ന പേരിനോട് എത്രത്തോളം യോജിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം? അദ്ദേഹത്തിൻ്റെ ഭരണമാണല്ലോ ഈ വിപ്ലവപരമായ മാറ്റത്തിന് കാരണം. അദ്ദേഹം ഭരിച്ച കാലഘട്ടത്തിലാണ് ഈ പല വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് വിപ്ലവപരമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞത്. ഈ CPI എന്ന പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിന് അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ഈ 32 പേർ ഇറങ്ങിപ്പോയാണ് CPM ഉണ്ടാക്കുന്നത്. ആ CPM-ൽ ജീവിച്ചിരുന്ന ഏക വ്യക്തിയാണ് സഖാവ് VS. ആ 32 പേരും ഇപ്പം മൺമറഞ്ഞു പോയിരിക്കുകയാണ്. അദ്ദേഹം ആദ്യകാലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ഏറ്റവും മുതിർന്ന PV-യിലെ അംഗം കൂടിയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വേർപാട് എങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്? രാഷ്ട്രീയ കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയ തലമുറയൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെ കണ്ടാണ് വളർന്നത്. അപ്പോൾ അതേപോലെ വളർത്തിയെടുക്കാനുള്ള പ്രാപ്തി ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പോലെ ആക്കിയെടുക്കാൻ യുവജനങ്ങളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു VS ചെയ്ത പ്രവൃത്തി. അതുകൊണ്ടാണ് VS-നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതായത് ഇപ്പം ഒരു ബാലസംഘത്തിൽ നിന്നോ അല്ലെങ്കിൽ SFIയിലൂടെ ഒരു ചെറുപ്പക്കാരൻ വന്നാൽ ആ ചെറുപ്പക്കാരനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം, ഏത് രീതിയിൽ ആ പയ്യൻ വളരണം, ആ പയ്യൻ്റെ ഭാവി നല്ല സുരക്ഷിതമാകണം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് VS ഓരോരുത്തരെയും കണ്ട് പ്രവർത്തിക്കുന്നത്. അതാണ് ആ ചെറുപ്പക്കാരെ ആകർഷിക്കുന്നത്. വിപ്ലവ സൂര്യൻ സഖാവ് ഇന്ന് വിടവാകുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊന്ന് പറയാമോ? ഞങ്ങൾക്ക് ഒരുപാടുണ്ട് പറയാൻ, പക്ഷേ ഒന്നും പറയാനായിട്ട് വാക്കുകൾ കിട്ടത്തില്ല. കാരണം ഞങ്ങൾക്കൊരു സ്നേഹമാണ് നഷ്ടപ്പെടുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, കേരളം മുഴുവൻ ആരാധിക്കുന്ന പുന്നപ്രയുടെ താരകം വിപ്ലവ സൂര്യൻ ഞങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ദിവസം ഞങ്ങൾ എത്രയൊക്കെ കൂടുതൽ പറഞ്ഞാലും അതൊന്നും ആകത്തില്ല. എന്താ പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ ആദരവും എല്ലാം ഞങ്ങളുടെ മുദ്രാവാക്യത്തിലൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും ഞങ്ങളുടെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനിയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ സങ്കടം തീർക്കാനുള്ള മരുന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് VS ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം പോലെ തന്നെ
ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവാണ്, ഞങ്ങളുടെ കണ്ണും കരളുമാണ്. ഈ നാടിനെ അത്രയേറെ സ്നേഹിച്ച, പെൺകുട്ടികളെ ചേർത്ത് പിടിച്ച അമ്മമാരെ, പെൺ ഒരുമയെ ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തുവെന്ന് നിങ്ങൾക്ക് മീഡിയക്കാർക്ക് നന്നായിട്ട് അറിയാം. അത് ഓർക്കുമ്പോൾ തന്നെ സ്ത്രീയായ ഞാൻ അദ്ദേഹത്തോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. ഭൂമിക്ക് വേണ്ടിയും പ്രകൃതിക്ക് വേണ്ടിയും സ്ത്രീക്ക് വേണ്ടിയും പോരാടിയ ഞങ്ങളുടെ പ്രിയപുത്രൻ, ഞങ്ങളുടെ പുന്നപ്രയുടെ പ്രിയപുത്രൻ, പുന്നപ്ര വയലാറിൻ്റെ ധീര രക്തസാക്ഷികളുടെ കൂടെ ആ വിപ്ലവത്തിൽ പോരാട്ടത്തിലുണ്ടായിരുന്ന, ഞങ്ങൾക്ക് വിപ്ലവം പകർന്നു തന്നിട്ട് ഞങ്ങളിൽ നിന്ന് അകന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിൻ്റെ വിടവാങ്ങലിൽ ഞങ്ങളേറെ ദുഃഖിതരാണ്. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതെ സങ്കടം. VS അച്യുതാനന്ദൻ എന്ന സഖാവിനെ കുറിച്ച് 2 വാക്കുകൾ പറയാം. തീർച്ചയായിട്ടും, കാരണം ഞങ്ങളുടെ എല്ലാം ആവേശമാണ് സഖാവ് എടുത്തിട്ടുള്ള നിലപാടുകൾ. എടുക്കുന്ന നിലപാടിന് ഉറച്ചു നിൽക്കുന്ന ആ സഖാവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. നമുക്കറിയാം, ഈ പുന്നപ്രയുടെ മണ്ണിൽ നിന്ന് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഇന്ന് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു സഖാവ് VS. നമുക്കറിയാവുന്ന ഞങ്ങളുടെ എല്ലാം ആവശ്യമായിരുന്ന പുന്നപ്ര സമരത്തിൻ്റെയും അടക്കം നിരവധി സമരങ്ങൾക്ക് പോരാട്ടം നൽകിയ സഖാവ് VSന്റെ ഓർമ്മ എന്നും ജ്വലിക്കുന്ന ഓർമ്മകളാണ്. സമര നായകനായിട്ടുള്ള സഖാവാണ്. പകരം വെക്കാനില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇതുവരെ പകരം വെക്കാനില്ലാത്തൊരു സഖാവാണ് സഖാവ് VS എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടാണോ നിങ്ങളെപ്പോലുള്ള യുവാക്കളെല്ലാം പാർട്ടിയിലേക്ക് ആകർഷിച്ചത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ എടുത്തിട്ടുള്ള നിലപാടുകൾ, പുന്നപ്ര സമരം അടക്കം. കാരണം എൻ്റെ മൂത്തച്ഛനും എൻ്റെ അച്ഛൻ്റെ മൂത്തച്ഛനും സഖാവ് VS ഒക്കെ ഒന്നിച്ച് പുന്നപ്ര സമരത്തിന് പങ്കെടുത്താണ്. അദ്ദേഹത്തിൻ്റെ പേരക്കടാവാണ്. അപ്പോൾ ഞാൻ കണ്ടു വളർന്നത് എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പുഷ്പാർച്ചന റാലി. പുന്നപ്ര വയലാറിൻ്റെ 20-ാം തീയതി, ഒക്ടോബർ 20-ാം തീയതി വീട്ടിൽ നിന്നാണ് പുഷ്പാർച്ചന തുടങ്ങിക്കൊണ്ടിരുന്നത്. വീട്ടിൽ രക്തസാക്ഷി മണ്ഡപടക്കം സഖാവ് PKCയും VSനെല്ലാം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. അധ്വാനിക്കുന്ന കർഷക തൊഴിലാളികളെയും അതുപോലെ തന്നെ കുട്ടനാട്ടിലെ കയർ തൊഴിലാളികളെയും എല്ലാം സംഘടിപ്പിച്ച് സമരങ്ങൾ നടത്തിയിരുന്നു. അതൊക്കെ എത്രത്തോളം നിങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് പാർട്ടിയിലേക്ക് എത്താൻ വേണ്ടി? സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ ആ സമരത്തിന് കൂടെയല്ലേ. സർസിപ്പിയുടെ പട്ടാളത്തിനെതിരെ കൈ കിട്ടിയ ആയുധമായിട്ട് പൊരുതിയ അതെല്ലാം കേട്ടറിഞ്ഞ് അതിനോടെല്ലാം വാശിയോടെ തന്നെ ഞങ്ങൾ ആ നെഞ്ചിലേറ്റിയ സഖാവ് VS ആയിരുന്നു ആ മുൻപന്തിൽ നിന്നുള്ളതാണ്. അന്ന് ജീവിച്ചിരുന്ന സഖാവ് VS മാത്രമായിരുന്നു എന്നുള്ളതാണ്. അതിനോട് 15-ാം വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. അതെ 15-ാം വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം 1940 പാർട്ടിയുടെ മെമ്പർഷിപ്പിലേക്ക് കടന്നു വരികയാണ്. ആ മെമ്പർഷിപ്പ് കടന്നു വന്ന നാൾ മുതലേ ഈ പാർട്ടിക്ക് വേണ്ടി, കേരള ജനതയ്ക്ക് വേണ്ടിയായിരുന്നു കൂടുതലും നിലകൊണ്ടെന്നുള്ളതാണ്. അത് തന്നെയാണ് VSനെ കുറിച്ച് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തീരാ നഷ്ടമാണ്. പകരം വെക്കാനില്ലാത്ത ആൾ തന്നെയാണ് സഖാവ് VS. അതിനകത്തൊന്നും തർക്കമില്ലാത്ത. തീർച്ചയായിട്ടും VS പാർട്ടി സെക്രട്ടറി ആകുന്ന കാലത്താണ് ഈ പാർട്ടിയിൽ പ്രവർത്തകനായിട്ട് ഞാൻ വരുന്നത്. നല്ല സംഘാടകൻ. അതുമാത്രമല്ല, കൃത്യനിഷ്ഠയോടുകൂടി സംഘടനാ പ്രവർത്തനവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ശരിയായ രൂപത്തിൽ നമ്മുടെ രാജ്യത്തെ നയിക്കുവാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യയിലാകെയുള്ള മനുഷ്യർക്ക് പ്രചോദനമായി ഒരു വലിയ ആവേശമായി ആ സഖാവ് മാറുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പ്രദേശവാസികളെന്ന രൂപത്തിൽ ആദ്യകാലം മുതലേ അനുഭവ സമ്പത്തുള്ളതാണ്. പുന്നപ്ര വയലാർ സമരസേനാനി എന്ന രൂപത്തിൽ പുന്നപ്രയിലെ എല്ലാ വാർഷിക വാരാചരണത്തിലും, വയലാറിലെ വാർഷിക വാരാചരണത്തിലും അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം ഈ നാട്ടിലെ ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് കാണുകയും ശ്രദ്ധിക്കുകയും. അറിയാം, ഇപ്പോൾ നാട്ടിലെമ്പാടും ചർച്ച ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആപാലവൃദ്ധ ജനങ്ങൾ തടിച്ചു കൂടുന്ന വലിയ ഒരു നേതാവായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആരായിരിക്കണമെന്ന് അദ്ദേഹത്തെ കണ്ട് പഠിക്കണമെന്ന് പറയാൻ പറ്റും. മാതൃകാപരമായി പറയാൻ കഴിയും. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന കാര്യത്തിൽ യാതൊരു മടിയുമില്ലാതെ പറയുന്ന. അതുകൊണ്ടാണ് നമ്മൾ വിപ്ലവ നായകൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. വിപ്ലവ നായകൻ തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്കും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ജീവിച്ചവർക്കും എല്ലാം തന്നെ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രചോദനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിപ്ലവം നയിക്കുവാൻ ആ നായക സ്ഥാനത്ത് അദ്ദേഹം ആ പേരിന് പൂർണ്ണാർത്ഥത്തിൽ അർഹനാണ്. അദ്ദേഹത്തെ പോലൊരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പ്രതിപക്ഷ നേതാക്കൾ ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ VSനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് എല്ലാ തലങ്ങളിലും അദ്ദേഹം സ്പർശിച്ചു. മനുഷ്യനെ ബാധിക്കുന്ന, ഈ പ്രകൃതിയെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട്
അത് അടയാളപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം യാത്രയായിരിക്കും. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു അദ്ദേഹം, പറയാൻ പറ്റും? പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു 4 വയസ്സുള്ളപ്പോൾ അമ്മ നഷ്ടപ്പെട്ടു, 11 വയസ്സുള്ളപ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു 14 വയസ്സ് മുതൽ അധ്വാനിച്ച് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. തയ്യൽക്കടയിൽ സഹായിയായി, ആസ്മിൻവാളിൽ കയർ ഫാക്ടറി മേഖലയിൽ പണിയെടുത്തു. തുടർന്ന് അങ്ങോട്ട് അധ്വാനത്തിൻ്റെ മൂല്യം അറിഞ്ഞു തന്നെ വളർന്ന സഖാവാണ്. കുട്ടനാട്ടിലെ കർഷകരെയും സാധാരണക്കാരെയും എല്ലാം ഏറ്റവും കൂടുതൽ ദുരനുഭവിച്ച കാലത്ത് അവർക്കെല്ലാം രാഷ്ട്രീയം പറഞ്ഞു കൊടുത്ത് പ്രതികരിക്കുവാനും നല്ല രൂപത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനും ഒക്കെയുള്ള പരിശ്രമിച്ച് അത് അധ്വാനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ആ സഖാവിന് തീർച്ചയായിട്ടും തൊഴിലാളി നേതാവെന്ന രൂപത്തിൽ നമുക്കെല്ലാവർക്കും എക്കാലവും സ്മരിക്കുവാൻ കഴിയുന്നതും മാതൃകയാക്കാൻ കഴിയുന്നതും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല, ഒരിക്കലുമില്ല. അദ്ദേഹത്തിൻ്റെയൊക്കെ ജനഹൃദയങ്ങളിൽ എന്നും ആവേശപൂർവ്വം സ്മരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. പുന്നപ്പറയിൽ നിന്നും ക്യാമറമാൻ അഭിമോനോടൊപ്പം സൂരജ് സുധീർ, യു ടോക്ക്.